അതെ, ഈ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അധിക ദിവസം ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ പണിയൊക്കെ കുറച്ചൊക്കെ നടന്നു വരുന്നതേ ഉള്ളായിരുന്നു. എന്നാലും നമ്മൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി. അപ്പോൾ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള റിവ്യൂ കണ്ടതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കരുതിയിട്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജാനുവിൻ്റെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ജാനിയുടെ കണ്ണൊക്കെ കെട്ടി ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. ജാനി ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് എക്സൈറ്റഡ് ആയി, നല്ല സർപ്രൈസ്ഡ് ആയി കേട്ടോ. കാരണം ഈ ഒരു ഫിഷിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ തോന്നി ഇങ്ങനെ അത് കൊണ്ടുവന്ന് കാണിച്ചിരുന്നില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരുന്നേനെന്ന് തോന്നി. പിന്നെ ഉള്ളിൽ ഈ സ്കൂബ ഡൈവേഴ്സും ഈ ഒരു ജലകന്യകയൊക്കെ കുട്ടികളെയൊക്കെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ജാനി അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഈ ഒരു റോബോ അതും പറയാതെ വയ്യ, കാരണം നമ്മൾ മറ്റെങ്ങും കാണാത്ത രീതിയിൽ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ അതും നന്നായിട്ട് എൻജോയ് ചെയ്തു. പത്തനംതിട്ടയിൽ ഇവിടെ ടിക്കറ്റിന് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ 80 രൂപയും 100 രൂപയൊക്കെ ടിക്കറ്റിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു 2-3 ഐറ്റംസിന് പുറമേ ഉള്ളത് സാധാരണ നമ്മൾ ഈ മേളകളിലൊക്കെ കണ്ടുവരുന്ന ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പം 150 രൂപയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും ഡൗട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. ഇത് കൂടുതലാണോ കുറവാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. അപ്പോൾ അത്രയ്ക്കുള്ള